ഹായ്, അപ്പോ നമ്മൾ ഇവിടുന്ന് വിട്ട് നമ്മൾ ഇന്റർനാഷണൽ വള്ളികളിലോട്ട് പോവുകയാണ്. സോ ഇന്റർനാഷണൽ ഏതാ ഇവിടെ തൊട്ടടുത്തുള്ള ആസാമുമായിട്ടാണ്. അപ്പോൾ ആസാമിൽ ഏതോ ഒരുത്തർ എന്നെ എന്തോ പറഞ്ഞു. അവന് മലയാളം പറയാൻ അറിയത്തില്ല, പക്ഷെ അവൻ എന്നെ എന്തോ റിയാക്ട് ചെയ്തു. ഓക്കെ, ഐ എം സോ എക്സൈറ്റഡ്. ഓക്കെ, കമോൺ വീഡിയോട്ട് പോ. കമോൺ ഗൈസ്, ഞങ്ങൾ കളിക്കുന്ന കളി കണ്ട് നീ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ പുള്ളിക്കാരൻ എന്താണ് സംസാരിക്കുന്നത്? കാരണം അവന് മലയാളം അറിയത്തില്ല. അവന്റെ മലയാളം നിങ്ങൾക്ക് കേൾക്കണോ? എടാ മോനെ, പറയടാ മോനെ, പറ. ഈ ലോകത്തെ ജിമ്മി അങ്കിൾ ഗിൽ നാക്ക് പിഴപ്പിക്കുന്നത്. പോടാ, ഇത് എന്തോ പറയുന്നത്? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്നായിരിക്കും. ഓക്കെ, പറ. കുറച്ച് കോണ്ടന്റ് കേട്ടിട്ടുണ്ടോ? വ്യക്തമായില്ല. കുറച്ച് കോണ്ടന്റ് കേട്ടിട്ടുണ്ടോ? ഇൻഡിക്കേറ്റർ ഒന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തോ കുണ്ടൻ കേട്ടർ? ഓക്കെ, എന്തിനാ അത്? ആങ്കർ കാണിച്ച്. ആങ്കർ കാണിച്ച? അശ്വടാ, തിരിച്ചു കാണിച്ചുകൂടായിരുന്ന? സോമയിപ്പൂ സ്വന്തം ഇല്ല. സോമയിപ്പൂ സ്വന്തം വണ്ടി ഇല്ലെന്നാ? എന്നാ പല്ലവന്റെയും പോയി പിടിയടാ. പോടി, ഇതെന്തോടാ പറയുന്നത്? മനസ്സിലാവുന്നില്ല മോനെ. മനസ്സിലായോട്ടോ? ഇല്ലാട്ടോ. പാട്ടിട്ടേക്കും. പിന്നല്ലാതെ ഞാൻ എന്തോ കാണിക്കും? ഇപ്പൊ പറയുന്നത് മനസ്സിലാവുന്നില്ല, എന്നിട്ട് മനസ്സിലായിട്ടോ. ഇങ്ങനെ പറയുമ്പോൾ ഞാനും അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കും പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവൻ തിരുത്താൻ പോണം. അവൻ തിരുത്തുമ്പോഴും വീണ്ടും ചോദിക്കേണ്ടി വരും ഡൗട്ട്. എടാ മോനെ, ഓ ഞാൻ എവിടെ അറിയോ? നീ എവിടെയാടാ മുത്തേ? നീ പറയടാ മക്കളെ എന്റെ അടുത്ത്. മോട്ടിവറ KSRTC ബസ് സ്റ്റാൻഡ്. മോട്ടിപുറ KSRTC പാസ്തായിരുന്നു. ഒരെണ്ണം എനിക്ക് കൂടി പറ. ഒരു പ്ലേറ്റ് ഇതാ. എന്താടാ ഒരെണ്ണം ഓർഡർ ചെയ്താടാ? മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് പറയണം മോട്ടിപുറ KSRTC പാസ്ത എന്ന്. എടാ പെരി പെരി അൽഫാം എനിക്ക് കൂടി ഓർഡർ ചെയ്താ ഒരു ഹാഫ്. നോമ്പ് നീ പോയി. എടാ മോനെ, പറയണം മോനെ. സോമയിപ്പൂ ബാക്കിയുണ്ടോ? സോമയിപ്പൂ ബാക്കിയുണ്ടോ? ഇത് എന്തോ സാധനമാ ഇത്? മനസ്സിലാവുന്ന ഞാൻ ഇപ്പൊ എന്തിനു പാട്ട് പാടുന്ന? സോമയിപ്പൂ ബാക്കിയുണ്ടോ? പൈസ ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കാം. ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിന്നെ കയ്യില് ഒന്നും ഇല്ല. എന്റെ കയ്യിൽ ഒന്നണ്ടി ഇല്ലെന്നാ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ രണ്ടണ്ടി ഉണ്ടാക്കടാ. ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. ഞാൻ പോണു വീട്ടിലിരിക്കുക. നേരെ ചൊവ്വേ മലയാളം പോലും പറയാറുകൂടാതെയാണ് നീ മോട്ടിവേഷൻ തോലിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ബീജം ഇടും. എടാ മോനെ, സോമയിപ്പൂ ബാക്കിയുണ്ടോ? പൈസ ഉണ്ടാക്കിക്കോ. അല്ലെങ്കിൽ നിന്നെ കയ്യില്. ഏതാ മോനെ, ഞാൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയാവോ? കാത്തിന്തതയില് ഇറങ്ങി വാ. അപ്പോ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് കണ്ടിട്ട് വരാം. ചെറുതായിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ, ലവ് യു ഡിയർ. ലവ് യു ടു. എന്നാ ലവ് യു 3. എത്രമാത്രം പറ. പറയാൻ പറ്റാത്ത അത്രേ. എന്നാ പറയണ്ടേ ചേച്ചി? പിന്നെ അല്ലാതെ ചുമ്മാ ഇതിലെ പെമ്പിളർക്കുള്ള മെയിൻ കുഴപ്പമാണ്. എന്തെങ്കിലും ചോദിച്ചാലേ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഉണ്ടാക്കും. പറയാ ചേച്ചി, ചുമ്മാ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. ഓ ചിലപ്പോ നോമ്പായിരിക്കും, പറയാൻ പറ്റാത്തതിന്റെ അത്രേ. അത്രയും സ്നേഹമുണ്ടെങ്കിൽ അതൊരു ഉമ്മയായിട്ട് തന്നാട്ടെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഉമ്മ ചോദിക്കുന്നത് നാളെടുത്താ ആമ്പിള്ളേരുടെ. സോറി ചേട്ടാ. എന്നിട്ട് കിട്ടിയ ഉമ്മ? അയ്യടാ, ഇപ്പൊ വേണ്ട. -999 ഊറ. നേരിട്ടല്ലോ, അത് കല്യാണം കഴിഞ്ഞ്. ആരുടെ കല്യാണം കഴിഞ്ഞിട്ട്? നീ എന്തുവാ പറയുന്നത്? ഇത് മനസ്സിലാവുന്നില്ല. ശരിയാണ്, പ്രേമത്തിന് കണ്ണില്ല, പ്രായമില്ല, മൂക്കില്ല, വായില്ല, പല്ലില്ല, ചുണ്ടില്ല, കൈയില്ല, കൂടെ ആരും വേണമെന്നുമില്ല. പക്ഷെ കുറച്ച് ലിമിറ്റ് ഇല്ലേ? ഇത് ആരുടെ കല്യാണം? ചെറുമക്കളെ കല്യാണം കഴിഞ്ഞിട്ടാ അതോ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടാ? ഒന്നുകിൽ ഇത് അവിഹിതം, ഇല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇത് തന്തയുടെ പ്രായമുണ്ട് എന്റെ ഉമ്മ കൊടുക്കാൻ. അതൊരു ഉമ്മയായിട്ട് തന്നാട്ടെ. ഉമ്മ പോലും ഇല്ലല്ല, ഒന്നുമില്ല. ഇവിടെ വീഡിയോ ചെയ്തത് ഫോണിലൂടെയല്ലേ? എന്നാ ശരി. ശരി, ഞാനും പോണു. എനിക്കൊന്നും വയ്യത് കാണാൻ. ഉമ്മ ഉമ്മ. ഓക്കെ, ബാക്ക് ടു ദി ട്രാക്ക്. ഓക്കെ, താങ്ക് യുടാ. പക്ഷേ താങ്ക് യുടാന്നാ ഉമ്മ കിട്ടുമ്പോ ഇതാണാ പറയാനുള്ളത്? താങ്ക് യുടാ. എന്തോ സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പാ ചേട്ടാ കിട്ടിയത്. തിരിച്ചു കൊട് മണ്ണുണ്ണി മരക്കിഴങ്ങ്. ഉമ്മ ഇപ്പൊ താങ്ക് യു ഡാ. താങ്ക് യു സോ മച്ച് ടീച്ചർ, താങ്ക് യു. ഞാൻ വീട്ടിൽ പറഞ്ഞ് ഉടൻ തന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞു മതി കല്യാണമൊക്കെ. ഏത് ക്ലാസ് കഴിഞ്ഞിട്ടാ? ട്യൂഷൻ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണോ, അതോ ഇനിയിപ്പോ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിച്ചിട്ടാണോ, അതോ കോളേജിലെ പ്രൊഫസർ ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണോ? സ്റ്റുഡന്റ് ആണെന്ന് മാത്രം പറയരുത് പ്ലീസ്. അതിനു മുമ്പേ വന്ന് ചോദിച്ചു വെച്ചോ.
ഇല്ലെങ്കിൽ വല്ലവനും കൊത്തിക്കൊണ്ട് പോകും. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ള വല്ല ഓപ്ഷൻ ഉണ്ടാ? ഇത് എന്തോ കൊത്തിക്കൊണ്ട് എന്തോന്ന് നെയ്യപ്പോ ഇത് കൊത്തിക്കൊണ്ട് പിന്നെ കാക്കയല്ലേ വന്നു ആലോചനയൊക്കെ വരുന്നുണ്ട്. കൊത്തിക്കൊണ്ട് പോയാൽ കൊണ്ടുപോകുന്നതിന്റെ അന്ത്യമാ. കൊണ്ടുപോകുന്നവന്റെ എന്റെ വായിരിക്കുന്ന പോചടായിരിക്കും വയ്യ. ഞാൻ പോകുന്നത് എനിക്കൊന്നും വയ്യ റിയാക്ട് ചെയ്തോണ്ടിരിക്കും. ആൾക്കാരെ ചുമ്മാ പൊട്ടം കളിപ്പിയത്. ശരി ബൈ, കെട്ടത്തുമില്ല, മൂത്ത് നരച്ചും കിടക്കെ ഞാൻ കെട്ടി ഒരു ഉമ്മതാ വാപ്പതാ കുഞ്ഞമ്മേടെ നായരുതാ എന്ന് പറഞ്ഞു. എന്തുവാ കാണിക്കുന്നത്? വാട്ട് ഈസ് ദിസ്? ഞാൻ പോകുന്നത് എനിക്കൊന്നും വയ്യ പോയി. എവിടെ ആസിഫ്, എവിടെ? ഹായ് ഗായ്സ്, तो कैसे हैं आप लोग गाइस? അപ്പോൾ ഒരുത്തരെന്നെ തിരക്കുന്നുണ്ട്. നമുക്ക് അവന് കൊടുത്തിട്ട് വരാം. കുറെ നാൾ കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു. എന്നെ വെച്ച് 10-12 വീഡിയോ ഇട്ടേക്കുന്നു. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തുടങ്ങാം. ഹായ്, तो कैसे हैं आप लोग गाइस? അപ്പോൾ ഇതേപോലത്തെ ഒരു താടി ഞാൻ എവിടെയോ കണ്ടിരുന്നല്ലോ. അതെവിടെയാ കണ്ടേക്കുന്നത്? പറഞ്ഞ ചേട്ടാ അങ്കിൾ. എന്നിട്ട് തന്നെ പറയും ഇതന്നെയാണോ അത്? ഓ മൈ ഗോഡ്, ബോഡി ഷേമിംഗ്. സോറി, ഇത് താടി ഷേമിംഗ് ആണ്. നമുക്ക് അങ്കിളിന്റെ ഒരു ഫോട്ടോ എടുക്കാം. സ്ക്രീൻഷോട്ട് ആണേ. അങ്കിൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ. എന്റെ താടിനെ അങ്കിൾ കളിയാക്കുമ്പോൾ അങ്കിൾ ലുക്ക് അറ്റ് യുവർ ഫോർഹെഡ്. നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാം എന്ന് കാണണോ? ബാ, നമുക്കിതിൽ വേണമെങ്കിൽ 0 വെട്ടിയും കളിക്കാം. ഓ മൈ ഗോഡ്, യെസ് ഐ വാണ്ട്. അത് മാത്രമല്ല അങ്കിൾ, അങ്കിളിന്റെ ഫോർഹെഡിനകത്ത് നമുക്ക് സീരിയൽ വേണമെങ്കിൽ സീരിയൽ, സിനിമ വേണമെങ്കിൽ സിനിമ, എന്തും നമുക്ക് കാണാം. ഓ മൈ ഗോഡ്, ഇറ്റ്സ് വെരി ഇമോഷണൽ ടു വാച്ച്. അമ്മ ചതിക്കാൻ എനിക്ക് കഴിയും അമ്മ. ജന്മം നൽകിയിട്ടും ചോരക്കുഞ്ഞിനെ പോലും കാണാത്ത ഒരമ്മയാണിവൾ. ചന്ദനമഴ തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8:30 ഏഷ്യാനെറ്റിലും. കോപ്പ് സീരിയൽ കണ്ടിട്ട് ഇമോഷണൽ ആയി. അതിനെക്കാട്ടി ഇമോഷണൽ ആണ് അയാളുടെ ഫോർഹെഡ്. ആസിഫൊക്കെ ഇപ്പൊ പൊട്ടിമുളച്ച റോളനല്ലേ പുള്ളേ. മേ ബി 2022 മുതൽ തെറിയിലൂടെ ഫേമസും വൈറലായ ഒരാളാണ് ഞാന്. തെറിയിലൂടെ ഫേമസും വൈറലും ആയതാണ്. ഇങ്ങനെ ആരാ വൈറലാക്കിയത്? ആരാ? അച്ഛനാരാ? എന്നിട്ട് പ്രസവിച്ചോ? പല ട്രോളം അല്ല, താഴിനാരോ സംസാരിച്ചോണ്ട്. ഓ, ഇത് നിന്റെ പാസ്റ്റ് ആണ്. നീ കാണിച്ചില്ല 2020 നീ എങ്ങനെയായിരുന്നു നോക്കണത്? എന്തോ സൂര്യനാണോ അത് മലയുടെ ഇടയിൽ നിൽക്കുന്നത്? ഒരു കാലത്ത് ഇൻസ്റ്റഗ്രാം കത്തിച്ച ഒരാളാണ് ഞാൻ. അങ്കിൾ, സ്വയം ഇങ്ങനെ വാണമാകരുത്. ഒരു കാര്യം പറയാലോ, സ്വയം ഇങ്ങനെ പൊങ്ങരുത്. വെറും മോശമാണ്. ഒരു കാലത്ത് ഞാൻ ഇൻസ്റ്റഗ്രാം കത്തിച്ചവനാണ്. ഇത് ഇൻസ്റ്റഗ്രാമിന് അറിയാവോ? കത്തിക്കാൻ വന്നേക്കുന്നത് ഞാൻ ഫയർഫോഴ്സ് ആണ് അയച്ചുപെടാൻ. നിനക്ക് എന്റെ തന്തയുടെ പ്രായമില്ലടാ. തന്തയിൽ അത്ര കാണിക്കില്ലടാ മന്ദാരച്ചപ്പുണ്ടേ. ഇവന്റെ മക്കൾ ആരെങ്കിലും എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അച്ഛൻ ചെറിയൊരു ഡോസ് കൊടുക്കണം കേട്ടോ. ഒന്നും പേടിക്കണ്ട. ചെറിയൊരു മരുന്നാണ് കൊടുത്താൽ മതി. ഇത് വീട്ടിൽ വരുമ്പോൾ ഷോക്ക് കൊടുത്തു. അതിനാൽ ഇതുപോലെ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരെ നമ്മൾ ഒരിക്കലും അടുപ്പിക്കരുത്. ഓക്കെ, ഇവന്റെയൊക്കെ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. മിസ്റ്റർ കൂൾ. ഹായ്, ഞാൻ മിസ്റ്റർ ഹാൻസ്. ഒരു സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്. അതിന്റെ പേര് മല്ലൂസ് 6574. എന്തുവാടാ തുണ്ടിന്റെ സൈറ്റ് ആയത്? സെർച്ച് ചെയ്താൽ വല്ല തുണ്ട് വരും. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ മക്കളെ. ഓക്കെ, എനിക്ക് വേറെ ഒന്നും പറയില്ല. ഇത് വെച്ച് നീ ഒരു 20 പാർട്ട് ഉണ്ടാക്കി 20 വീഡിയോ ആയിട്ടോ. ഞാൻ പോവേണ്. ബൈ. തന്തയുടെ പ്രായം.